ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റിൽ പോലീസിന് കോടതിയുടെ രൂക്ഷ വിമർശനം. അറസ്റ്റിന് മുൻപ് നോട്ടീസ് നൽകണമെന്ന ചട്ടം പാലിച്ചില്ലെന്ന് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. അറസ്റ്റ് അനിവാര്യമായിരുന്നുവെന്ന് തെളിയിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രതി പരാതിക്കാരനെ സ്വാധീനിക്കുമെന്ന് പറയാനാവില്ല. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ കസ്റ്റഡി ആവശ്യമില്ലെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വൺ ലഭിച്ചു. ഇതിനിടെ മോഹൻദാസിനെ ഇന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുന്നു. സിജോ, മുൻപ് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തത് സംബന്ധിച്ചും കോടതി ഇത്തരത്തിൽ രൂക്ഷ വിമർശനം പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നു. സമാനമായ പിഴവാണോ പോലീസിന് ഇക്കാര്യത്തിൽ ഉണ്ടായത്? ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പിഴവുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഒരാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെങ്കിൽ അയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് നോട്ടീസ് നൽകണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. പല കേസുകളിലും കസ്റ്റഡി ആവശ്യമില്ലാത്ത സമയത്ത് പോലും കസ്റ്റഡിയിൽ എടുക്കുന്നുവെന്ന വിമർശനവും ആക്ഷേപവും ഒക്കെ ശക്തമായ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നത്. ഈ കേസിൽ ടി.ജി. മോഹൻദാസിന് പരമാവധി 5 വർഷം വരെ ശിക്ഷയാണ് ലഭിക്കാവുന്നത് ചുമത്തിയ വകുപ്പുകൾ പ്രകാരം. അപ്പോൾ 7 വർഷത്തിൽ താഴെയാണെന്നുള്ളതുകൊണ്ട് നിർബന്ധമായും ഇതിലൊരു കസ്റ്റഡി എടുക്കുന്നതിന് മുമ്പ് തന്നെ നോട്ടീസ് നൽകേണ്ടതാണ്. പക്ഷേ നോട്ടീസ് നൽകാതെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട വീഴ്ചയായിട്ട് കോടതി എടുത്തു പറയുന്നത്. അതിന് അന്വേഷണം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്ന കാര്യം ടി.ജി. മോഹൻദാസ് ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കസ്റ്റഡിയിൽ എടുത്തുള്ളതാണ്. പക്ഷേ ഇതൊരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് നിതിൻ റാമിന്റെ വിഷയവും റാമിന്റെ വിഷയവും നിതിന്റെ കേസിലെ വിഷയവും ഇത് തമ്മിൽ രണ്ടൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ ഒരു കാര്യം പറയുന്നത്, ഇതിൽ ഒരു നോട്ടീസ് നൽകിയാൽ, ഒരു പ്രതിക്ക് ഒരു നോട്ടീസ് നൽകിയാൽ സ്വാഭാവികമായും ഇവയാളെ കസ്റ്റഡിയിൽ എടുക്കാനോ അറസ്റ്റ് ചെയ്യപ്പെടുത്താനോ സാധിക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസ് നോട്ടീസ് നൽകി തിരികെ ഈ ടി.ജി. മോഹൻദാസിനോട് ചോദ്യം ചെയ്യലിന് വരാൻ വേണ്ടി പറയുന്നു. ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം ടി.ജി. മോഹൻദാസ് മടങ്ങിപ്പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഈ കേസിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കസ്റ്റഡിയിൽ എടുക്കണം, ഇയാൾ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നൊരു ഉദ്ദേശം പോലീസിനുണ്ടായിരുന്നു. പൊതുസമൂഹവും അത് വളരെ ആവശ്യമായ രീതിയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നോട്ടീസ് പോലും നൽകാതെ അറസ്റ്റിലേക്ക് പോയത് എന്നുള്ളതാണ്. ഇത് ടെക്നിക്കലി ഒരു വീഴ്ചയാണോ എന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ല, അതൊരു വീഴ്ചയാണ്. അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം കോടതി ഓർഡറിൽ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പോലീസിന്റെ വേഷം പറയുന്നത് രണ്ട് രീതിയിലാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ആ ഓർഡറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇത് എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതാണ്. അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. പക്ഷേ ടി.ജി. മോഹൻദാസിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ നോട്ടീസിൽ നൽകാത്തതിലെ വീഴ്ച ഒറ്റ കാരണമാണെന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒരാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കോടതി പരിശോധിക്കുക കസ്റ്റഡി അനിവാര്യമാണോ എന്നുള്ളതാണ്. ഈ കേസിൽ ടി.ജി. മോഹൻദാസിന്റെ കേസിൽ കസ്റ്റഡി അത്ര അനിവാര്യമായിരുന്നില്ല എന്നുള്ളത് നമുക്ക് അതിന്റെ ഓരോ വശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. കാരണം അങ്ങനെ കസ്റ്റഡി പ്രധാനമായും പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ കേസിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ്, ആ മൊബൈൽ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും കണ്ടെത്താനില്ല. അതോടൊപ്പം തന്നെ തുടർ ചോദ്യം ചെയ്യലിന് ടി.ജി. മോഹൻദാസ് ഹാജരാകാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി പരിശോധിച്ചു. അതോടൊപ്പം തന്നെ പ്രായവും ആരോഗ്യവും കാരണങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. എന്തായാലും നിയമവശങ്ങൾ കൂടി കൃത്യമായി ഇത് പാലിക്കേണ്ടതായിരുന്നു എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. കോടതി തന്നെ ആ ഓർഡറിൽ പറയുന്നുണ്ട്. പക്ഷേ അതിന് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ നോട്ടീസ് നൽകിയാൽ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ടി.ജി. മോഹൻദാസിനെ അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കാനോ അവിടെ അറസ്റ്റ് രേഖപ്പെടുത്താനോ അന്വേഷണ സംഘത്തിന് കഴിയുമായിരുന്നില്ല എന്നുള്ളൊരു വസ്തുത കൂടെ നിലനിൽക്കുന്നുണ്ട്. സിജോ, സാധാരണ രീതിയിൽ അറസ്റ്റ് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം നിലവിലുണ്ട്. ഒരു അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ ചോദ്യം ചെയ്യലിന് വേണ്ടി നോട്ടീസ് അയച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമ്പോൾ ഇയാളുടെ അറസ്റ്റ് അനിവാര്യമാകുന്നു എന്ന് പോലീസിന് തോന്നിയാൽ അറസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വിട്ടയക്കാം. ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങളിൽ പോലീസ് സ്റ്റേഷൻ ജാമ്യം കിട്ടാത്ത വകുപ്പുകളുണ്ടായിരുന്നു. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന ഒരേ ഒരു വകുപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കലാപ ആഹ്വാനത്തിനുള്ള വകുപ്പാണ് ചുമത്തിയിരുന്നത്. അത് സ്വാഭാവികമായും സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിക്കത്തില്ല. പക്ഷേ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം ലഭിക്കും. 5 വർഷമാണ് ഇതിൽ പരമാവധി ശിക്ഷയുള്ളത്. 7 വർഷത്തിൽ താഴെയുള്ള കേസുകളിൽ കോടതിക്ക് ജാമ്യം അനുവദിക്കാം. അതുകൊണ്ടാണ് കോടതി അതിന്റെ വകുപ്പുകൾ പരിശോധിച്ചതിന് ശേഷം തുടർ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള വ്യവസ്ഥകളോടുകൂടി ജാമ്യം അനുവദിച്ചത്. അതായത് സിജോ, എന്തായാലും ടി.ജി. മോഹൻദാസിന് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമായിരുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്തതിലെ നടപടിക്രമങ്ങളിലെ വീഴ്ചയല്ലേ കോടതി ചൂണ്ടിക്കാട്ടുന്നത്? അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അത് വസ്തുപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നില്ല, റാമിന്റെ കേസിൽ കോടതി പറഞ്ഞിരുന്നത് ആ അറസ്റ്റ് നടപടിയെ പോലും സാധൂകരിക്കുന്നതായിരുന്നില്ല. കാരണം നോട്ടീസ് നൽകാതെയാണ് ഇത്തരത്തിൽ
അല്ലെങ്കിൽ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നൊറ്റ കാരണം കൊണ്ട് ആ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് കോടതി എത്തുകയും അയാളെ വിട്ടയക്കും എന്നുള്ള കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ റാമിന്റെ കേസിലെ പോലെ ഈ വിവരങ്ങൾ ഇത് നോട്ടീസ് നൽകിയില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ആ അറസ്റ്റിനെ നിയമവിരുദ്ധമാണെന്നുള്ള കോടതി ഇക്കാര്യം പറഞ്ഞില്ല. പക്ഷേ അത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാര്യം മാത്രമല്ല കോടതി ഇവിടെ പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുന്നത് ഇത് നോട്ടീസ് നൽകിയില്ല എന്നുള്ളതൊരു വീഴ്ചയാണെന്ന് പറയുമ്പോൾ പോലും അത് മാത്രമായിരുന്നില്ല പ്രധാനപ്പെട്ട കാര്യം ജാമ്യത്തിന് നൽകാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അതാണ് ഒരു കസ്റ്റഡിയോ അല്ലെങ്കിൽ ജാമ്യം നിഷേധിച്ചുകൊണ്ട് കസ്റ്റഡിയിലേക്ക് വിടണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു സാധ്യതയെക്കുറിച്ച് കോടതി തീർച്ചയായും പരിശോധിക്കും. അങ്ങനെയാണ് ഈ പറയുന്നത് പോലെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനില്ല, അതായത് കസ്റ്റഡിയിൽ വേണം എന്നുള്ളൊരു കാര്യം ആൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം പ്രോസിക്യൂഷൻ അവിടെ പറയാനുണ്ടായിരുന്നില്ല. അത് പ്രോസിക്യൂഷന്റെ പരാജയമെന്നല്ല ഞാൻ പറയുക, കാരണം ഈ തെളിവ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അയാൾ ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ട്, ചോദ്യം ചെയ്യലോട് സഹകരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ സുപ്രധാനമായ തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കസ്റ്റഡി അനിവാര്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. പക്ഷെ ഒരു കാര്യം ശരിയാണ്, ഈ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവപരമായിട്ടുള്ള കാര്യമാണ്. അത് ഈ പറയുന്ന നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ നോട്ടീസ് നൽകാത്തത് കൊണ്ട് മാത്രമാണ് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത് എന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ശരി.